സംസ്ഥാനത്ത് എംപോക്സിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. വ്യാപനശേഷി കൂടിയ V1 വകഭേദമാണ് മലപ്പുറം സ്വദേശിക്ക് സ്ഥിരീകരിച്ചത്. ആഫ്രിക്കയിൽ നേരത്തെ വ്യാപിച്ച വകഭേദമാണിത്. കേരളത്തിൽ ഇത് സ്ഥിരീകരിക്കുന്നത് ആദ്യമാണ്. അഷ്കർ അലി കരിമ്പിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഷ്കർ, ഇത് വ്യാപകശേഷി കൂടുതലുള്ള ഒരു വകഭേദം കൂടിയാണ്. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എത്തരത്തിലാണ് ഇപ്പോൾ നൽകുന്നത്? എംപോക്സിന്റെ 2 വകഭേദങ്ങളിൽ ഏതാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശിക്ക് സ്ഥിരീകരിച്ചത് എന്നായിരുന്നു നമുക്ക് മുമ്പിലുണ്ടായിരുന്ന വലിയ ആശങ്ക. അതിലൊന്ന് 2B ഇല്ലെങ്കിൽ 1B എന്നീ 2 കാറ്റഗറിയാണുള്ളത്. 2B ആണെങ്കിൽ സ്വാഭാവികമായി നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാണ്. മാത്രമല്ല ഈ മാസം ആദ്യം ഡൽഹിയിലും റിപ്പോർട്ട് ചെയ്ത കേസ് 2B ആയിരുന്നു. എന്നാൽ ഇപ്പോൾ മലപ്പുറം സ്വദേശിക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത് 1B വകഭേദമായ എംപോക്സ് ആണ് എന്നുള്ളതാണ്. ഈ എംപോക്സ് എന്ന് പറയുന്നത് 2Bയേക്കാൾ തീവ്ര ശേഷിയുള്ളതാണ്, വ്യാപന ശേഷിയും കൂടിയതാണ്. അഥവാ മറ്റുള്ളവരിലേക്ക് രോഗം പടരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ലോകത്താകമാനം തന്നെ UN അടക്കം ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും ഈ വകഭേദത്തെ അടിസ്ഥാനമാക്കിയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, മധ്യേഷ്യനിലെയും ആഫ്രിക്കൻ രാജ്യങ്ങളും അടക്കം വലിയ തോതിൽ വ്യാപകമായി 10,000-കണക്കിന് ആളുകൾക്ക് ഈ 1B വകഭേദം സ്ഥിരീകരിച്ചിരുന്നു. 2Bയേക്കാൾ അപേക്ഷിച്ച് മരണനിരക്ക് കൂടുതലാണ് എന്നുള്ള ഒരു സാഹചര്യം ഇതിനുണ്ടായിരുന്നു. ഇത്തരത്തിൽ എംപോക്സ് ഒരു ആശങ്ക, ലോകത്താകമാനം ആശങ്ക സൃഷ്ടിച്ചത് പോലും ഈ 1B വകഭേദത്തിൻ്റെ ഒരു സാഹചര്യമായിരുന്നു. ആ 1B വകഭേദമാണ് ഇപ്പോൾ രാജ്യത്ത് ആദ്യമായി അല്ലെങ്കിൽ സംസ്ഥാനത്ത് ആദ്യമായി മലപ്പുറം സ്വദേശിക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മാസം 13-ാം തീയതി ദുബായിൽ നിന്നെത്തിയ മലപ്പുറം എടവണ്ണ ഒതായ് സ്വദേശിക്കാണ് ഈ മാസം 18-ന് എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. ആ എംപോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അത് ഏത് വകഭേദത്തിൽപ്പെട്ട എംപോക്സ് ആണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ആ പരിശോധന ഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ പരിശോധന ഫലമനുസരിച്ച് അതിതീവ്ര ശേഷിയുള്ള, വ്യാപനശേഷി കൂടുതലായി ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നുകൂടി വ്യാപിക്കാൻ സാധ്യത കൂടുതലുള്ള 1B വകഭേദമാണ് ഇപ്പോൾ ഈ മലപ്പുറം സ്വദേശിക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇപ്പോൾ നിലവിൽ രോഗബാധിതനായ യുവാവ്, 38 വയസ്സുകാരനായ യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ 18-ാം തീയതി രോഗം സ്ഥിരീകരിച്ച മുതലൊക്കെ തന്നെ ഇയാൾ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചികിത്സയിലുള്ളത്. ഇയാളുടെ ആരോഗ്യസ്ഥിതിയിൽ ഒട്ടും ആശങ്ക വേണ്ടതില്ല. ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമായി തന്നെ തുടരുന്നതെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ 23ഓളം ആളുകളെ ഇയാളുമായി അടുത്തിടപഴകിയ 23ഓളം ആളുകൾ ആദ്യഘട്ടത്തിൽ തന്നെ സമ്പർക്ക പട്ടികയിലേക്ക് മാറ്റിയിരുന്നു. ഇവർക്ക് ആർക്കും തന്നെ ഇതുവരെ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയോ ഇല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളിലേക്ക് രോഗവ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിഗമനം. അതിനോടൊപ്പം തന്നെ ഇയാൾ വിദേശത്ത് നിന്ന് എത്തുമ്പോൾ നാട്ടിലേക്ക് സഞ്ചരിച്ച വിമാനത്തിനൊപ്പം ഉണ്ടായിരുന്ന 3 പേര്, ഇയാളുടെ ഒപ്പം സഞ്ചരിച്ച 3 പേര് 3 റോകളിലായിരുന്ന ഒപ്പം ഇരുന്ന യാത്രക്കാരെയൊക്കെ ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ 43ഓളം ആളുകൾ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു. പക്ഷേ B1 കാറ്റഗറിയിലാകുമ്പോൾ സ്വാഭാവികമായും ആ സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റേണ്ടി വരും. 2B കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ വ്യാപനശേഷി കൂടുതലായതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക ഇനിയും വിപുലമാക്കേണ്ടി വരും. അത്തരത്തിൽ നിരീക്ഷണ സംവിധാനങ്ങളും കൂടുതൽ വ്യാപിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.